ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും മുൻപ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കോടതിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തേക്കും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഒരു പക്ഷേ. കാര്യം, ഈ മൊഴി കൊടുത്തത്, ആ മൊഴിയുടെ സ്വകാര്യത അത് സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ നടി രഞ്ജിനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നോക്കണം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പോകുന്നത്, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോടതിയുടെ ഒരു നിലപാട് അത് നിർണായകമാകുന്നു അല്ലേ? സ്മിത, ഗുഡ് മോർണിംഗ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചാണ് നടി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം, ഹേമ കമ്മീഷന് മുമ്പിൽ നിരവധി തവണ മൊഴി നൽകിയ നിരവധി നടിമാരുണ്ട്. അവരുടെ ഈ സ്വകാര്യ കാര്യങ്ങൾ ഉൾപ്പെടെ, അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഉൾപ്പെടെ കമ്മീഷന് മുൻപിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ആ മൊഴികൾ എപ്രകാരമാണ് രേഖപ്പെടുത്തിയതെന്ന് അറിയാനുള്ള അവകാശം ഈ മൊഴി നൽകിയ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അതിന്റെ പകർപ്പ് ഈ മൊഴി നൽകിയ ആളുകൾക്ക് ലഭ്യമാക്കിയ ശേഷം മാത്രമേ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാനാകൂ എന്നുള്ളതാണ് നടി രഞ്ജിനിയുടെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. ഇത് പുറത്തുവിടരുതെന്നൊരു ആവശ്യവും അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തില്ല. ഇതിന്മേലാണ് ഇന്ന് വാദം കേൾക്കുക. കഴിഞ്ഞ ശനിയാഴ്ച ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ള നിലപാടൊക്കെ സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ നടി രഞ്ജിനിയുടെ ഹർജി വന്ന പശ്ചാത്തലത്തിൽ അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഹൈക്കോടതി ഇന്ന് അത്തരത്തിലൊരു ചോദ്യം സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ തേടിയ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത്, കോടതിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേ ഉണ്ടായിരുന്നില്ലോ എന്നൊരു കാര്യം സർക്കാരോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ആ വിഷയത്തിന്മേൽ മറുപടി നൽകും. ഒരുപക്ഷെ ഇന്ന് ഹർജി പരിഗണിച്ചാൽ ഇന്ന് അത് പുറത്തുവിടാനാകുമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയാൽ പോലും അത് എപ്പോഴത്തേക്ക് പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതിന് മറുപടി നൽകേണ്ടത് സാംസ്കാരിക വകുപ്പാണ്. സാംസ്കാരിക വകുപ്പ് ഇപ്പോഴും അക്കാര്യത്തിലൊരു കൃത്യമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ വിവരാവകാശ കമ്മീഷൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. റിപ്പോർട്ട് പുറത്തുവിടണം, സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും പുറത്തുവരിക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രഞ്ജിനിയുടെ ആവശ്യം പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. സ്മിത, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.